ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തരമാറ്റ് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്നൊരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ഭാഗമാണ് നമുക്കിനി കാണാൻ വേണ്ടി സാധിക്കുന്നത്. നവ്യ ശത്രുവല്ല മിത്രമാണെന്ന് നയനയും ആദർശവും മനസ്സിലാക്കാൻ പോകുന്ന ആ ഭാഗം. അങ്ങനെ സേവിയർ ആദർശിനെ വിളിക്കാട്ടോ. സേവിയറിനോട് ആദർശ് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഞാൻ തന്നിരുന്ന നമ്പർ നീ ട്രാക്ക് ചെയ്തായിരുന്നു? ചെയ്തൂടാ. നീ തന്നിരുന്ന നമ്പർ അത് നിന്റെ നയനയുടെ ചേച്ചിയുടെ നമ്പർ, നവ്യ ചേച്ചിയുടെ നമ്പർ, അതെ ആ നമ്പറിൽ തന്നെയാണ് പ്രൈവറ്റ് നമ്പറിൽ നിന്ന് കോളും മെസ്സേജസും പോയിരിക്കുന്നത്. നിനക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് എല്ലാം തന്നെ ഈ നവ്യയുടെ മൊബൈലിൽ നിന്ന് എങ്ങനത്തെ രീതിയിലാണ് മെസ്സേജ് അയക്കേണ്ടതെന്ന് ഈ പ്രൈവറ്റ് നമ്പറുകാർക്ക് ഒരു ഫോർമാറ്റായിട്ട് അയച്ചു കൊടുക്കാറുണ്ട്. ആ ഫോർമാറ്റിലാണ് അവർ നിനക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നത്. ഓഹോ, അപ്പോൾ നീ പറഞ്ഞു വരുന്നത് യെസ്, നവ്യ നവ്യ തന്നെയാണ് ആ പ്രൈവറ്റ് നമ്പറുകാരെത്തി എന്ന് സേവിയർ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ആദർശിന് ശരിക്കും ഷോക്കായി പോവാട്ടോ. ആദർശ ആ കാര്യം വേഗം തന്നെ നയനെ എടുത്ത് പറയുന്നുണ്ട്. നയനെ, നിന്റെ സംശയം വെറുതെ ആയില്ല. എന്ന് വെച്ചാൽ നവ്യ തന്നെയാണ് നമ്മളെ സഹായിക്കുന്നുണ്ടായിരുന്നത് എന്ന് വേണം കരുതാൻ. സേവ്യർ ആ രീതിയിലാണ് ഇപ്പം എന്നോട് സംസാരിച്ചത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണ്ടെങ്കിൽ നവ്യയെടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയേ പറ്റൂ. നീ ഒരു കാര്യം ചെയ്, നിന്റെ ചേച്ചിനെ നീ വിളിക്കേ, എന്നിട്ട് ബീച്ചിൽ വെച്ച് കാണണമെന്ന് പറ. ചിലപ്പോൾ സമ്മതിക്കില്ലായിരിക്കും, പക്ഷെ നീ കണ്ടേ പറ്റൂന്ന് വാശി പിടിക്കുക. എന്തായാലും നവ്യ വരാതിരിക്കില്ല എന്ന് ആദർശ് പറയാണ്. അങ്ങനെ നയന നവ്യനെ ഫോൺ വിളിക്കുന്നുണ്ട്. വീട്ടിൽ തന്നെയാണ് എങ്കിലും ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് ചേച്ചിനെ അത്യാവശ്യമായിട്ട് കാണണം, സംസാരിക്കണം. ചേച്ചി എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബീച്ചിൽ വന്ന് നിൽക്കണമെന്ന് പറയാണ്. എനിക്ക് വരാൻ പറ്റില്ല എന്ന് നവ്യ പറയുമ്പോൾ, ചേച്ചി ദേ ഞാൻ അവസാനമായിട്ടാണ് ചേച്ചിനെ വിളിക്കുന്നത്. ചേച്ചിക്ക് എൻ്റെ ചേച്ചിയാണെങ്കിൽ ചേച്ചി വരും, അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ചേച്ചി എന്നെക്കുറിച്ച് ആലോചിക്കും വേണ്ട, എന്നെ കാണാനും വരണ്ട, എൻ്റെ കുഞ്ഞു വരുമ്പോൾ എൻ്റെ കുഞ്ഞിനും കാണാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ശരി ശരി ഞാൻ വരാം എന്ന് നവ്യ പറയാണ്. അങ്ങനെ നവ്യ ബീച്ചിൻ്റെ അവിടെ കാത്തു നിൽക്കാട്ടോ. അവിടേക്ക് ആദർശും നയനയും കൂടി വരുന്നുണ്ട്. എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് എന്താ എന്നോട് ചോദിക്കാനുള്ളത്? ചോദിക്കാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ പ്രൈവറ്റ് നമ്പർ നവ്യയുടെയാണ് അല്ലേ എന്ന് ആദർശ് ചോദിക്കുമ്പോഴേക്കും നവ്യ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നയനെ പറയുന്നുണ്ട്, ചേച്ചിനെ ഒന്നും ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങളെ സഹായിക്കേണ്ടായിരുന്ന പ്രൈവറ്റ് നമ്പർ അത് ചേച്ചിയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇനി ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിപ്പിച്ചു വെക്കണില്ല, കാരണം സത്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു എന്നെനിക്ക് മനസ്സിലായി. അതെ, നിങ്ങൾക്ക് അയക്കേണ്ടായിരുന്ന മെസ്സേജ് ഫുള്ളും ആ പ്രൈവറ്റ് നമ്പർ അത് ഞാൻ തന്നെയായിരുന്നു. അന്ന് AN ജ്വല്ലറി തോൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നന്ദുവിനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയപ്പോഴും അതുപോലെ തന്നെ അനിയുടെ ആ ഒരു ദുരന്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ തന്നെയാണ് നിങ്ങളെ അറിയിച്ചുകൊണ്ടേയിരുന്നത്. അതെല്ലാം അബിയുടെ കൂടെ നിന്ന് അബി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോർത്തിയെടുത്തിട്ടാണ് ഞാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടായിരുന്നത്. ചേച്ചി ഞങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു അർത്ഥമേ ഉള്ളൂ, അബി ഒരു കള്ളനാണെന്ന് ചേച്ചി മനസ്സിലാക്കിയിരിക്കുന്നു. എന്താ അത് സത്യമല്ലേ എന്ന് നയന ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അതേ മോളെ, നീ പറഞ്ഞ സത്യം തന്നെയാണ്, അബി ഒരു കള്ളനും ചതിയനുമാണെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഇന്നലെ അവൻ അനഘേനെ കൊല്ലാൻ വേണ്ടി പോയപ്പോൾ പോലും ഞാനാണ് ആദർശേട്ടന് ആ മെസ്സേജ് അയച്ചത്. പിന്നെ ചേച്ചി എന്താ ചേച്ചി ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നത്? അത് വേറൊന്നുമല്ല, അബീനെയും അവൻ്റെ അച്ഛൻ നാഗേന്ദ്രനെയും രണ്ടുപേരും ഒരുമിച്ചില്ലാതാക്കാൻ വേണ്ടി ആണ് എൻ്റെ പ്ലാൻ. അതിനുവേണ്ടി വേറെ ആരെയും ഇതിലേക്ക് വലിച്ചിഴക്കേണ്ടെന്ന് എനിക്ക് തോന്നി. അബീനെ മാത്രമല്ല, അവൻ്റെ അച്ഛനെ നാഗേന്ദ്രനെയും പൂടണം, അവരുടെ AN ജ്വല്ലറി ഇല്ലാതാക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. അവൻ എന്നെയും അനഘേനെയും ഒരുപോലെ പറ്റിച്ചു, അതുപോലെ എത്ര പെണ്ണുങ്ങളെ പറ്റിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവർക്കും വേണ്ടി ആരെങ്കിലും ഒരാളെങ്കിലും കണക്ക് ചോദിക്കേണ്ട നയനെ, അതിനു വേണ്ട ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം അറിഞ്ഞ കാര്യം ആരോടും പറയരുത്. ഇത് കേൾക്കുന്ന നയന നവ്യേനെ കെട്ടിപ്പിടിക്കുകയാണ്. ചേച്ചി, ഈ ഒരു കാര്യത്തിൽ ഞങ്ങളും ചേച്ചിയുടെ കൂടെയുണ്ട്, ചേച്ചി ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട, ഞാനും ആദർശേട്ടും ചേച്ചിയുടെ കൂടെ തന്നെയുണ്ട്, ഞങ്ങൾ അറിഞ്ഞ ഈ കാര്യം ഞങ്ങൾ ആരോടും പറയില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന നയന നവ്യ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാൻ പാടാത്ത ഒരു കാര്യം കൂടി ഉണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ആ കാര്യം മാത്രമേ ആകെ മറച്ചു വെച്ചിട്ടുള്ളൂ. ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ എന്താ നവ്യത് എന്ന് ചോദിക്കുമ്പോൾ, അത് അവന്തിക, അവളുടെ കാര്യമാണ്. അവന്തികയുടെ കാര്യമോ? യെസ്, അവന്തിക നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു നല്ല പെൺകുട്ടിയല്ല, അവള് മോശം പെൺകുട്ടിയാണ്, ജലജയുടെ അതേ സ്വഭാവമുള്ള പെൺകുട്ടി. അവള് പക്ഷെ നല്ല രീതിയിലാണല്ലോ ഞങ്ങൾക്കൊക്കെ പെരുമാറുന്നത് എന്ന് ആദർശ് പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അതെ, അത് വേറൊന്നുമല്ല,
അവള് നിങ്ങളുടെ മുമ്പിൽ നല്ലതായിട്ട് ചമയുവാണ്. അനിയനെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം. അവളുടെ സ്വഭാവം ഒട്ടും നല്ലതല്ല. ഇതെൻ്റെ അടുത്ത് അഭി പറഞ്ഞതാണ്. എനിക്ക് അവളോട് ദേഷ്യമായിരുന്നല്ലോ. ആ സമയത്ത് അഭി എന്നെ വിശ്വസിച്ച് പറഞ്ഞതാണ്, അവന്തിക നമ്മുടെ കൂടെയാണ് നിൽക്കണത്. ഒരിക്കലും മൂർത്തിയുടെ കൂടെയും മൂർത്തി ജ്വല്ലേഴ്സിന്റെ കൂടെയും അതുപോലെ തന്നെ നയനയുടെയും ആദർശിന്റെയും കൂടെ അല്ലാന്ന് എന്നോട് അവൻ ഉറപ്പിച്ചു പറഞ്ഞതാണ്. മാത്രല്ല അവന്തിക ആ സ്വഭാവം പെട്ടെന്നൊന്നും അവൾക്ക് മാറ്റാൻ പറ്റില്ല മോളെ. അവൾ വളരെ മോശപ്പെട്ട പെണ്ണാണ്. അതുകൊണ്ട് അനീന ഒരിക്കലും അവന്തികനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കരുത്. നമ്മുടെ അനിയത്തി തന്നെ വേണം അനിയുടെ ജീവിതത്തിൽ വരാനായിട്ട്. അതിനു വേണ്ടി ഞാൻ ഇന്നലെ നവീൻ വക്കീലിനെ കാണാൻ പോയിരുന്നു. നവീൻ വക്കീലിനോട് കാര്യങ്ങളൊക്കെ ഞാൻ തുറന്ന് സംസാരിച്ചു. പക്ഷേ വക്കീല് പിന്മാറുന്ന ഒരു ഇതും കാണുന്നില്ല. മോളെ, നമ്മുടെ അനിയത്തിയാണ് അനന്തപുരിയിലേക്ക് വരേണ്ടത്, നമ്മുടെ അനിയുടെ ഭാര്യയായിട്ട്. ഇത് കേൾക്കുന്ന ആദർശ് പറയുന്നുണ്ട്, അതേ നവ്യേ, ദേ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും വാക്ക് തരാണ്. എൻ്റെ അനിയനാണ് അനിയെങ്കിൽ തീർച്ചയായിട്ടും അവൻ നന്ദുവിനെ തന്നെ വിവാഹം കഴിക്കും, ഇത് ഉറപ്പ് എന്ന് പറയാണ്. അങ്ങനെ ആദർശും നയനെയും നവ്യയും കൂടി ഒരുമിച്ച് കൈകോർക്കാണ് അബീനെ നാഗേന്ദ്രനെ വീഴ്ത്താൻ. പക്ഷെ ആദർശ് പറയുന്നുണ്ട് നവ്യയെടുത്ത്, നാഗേന്ദ്രൻ നീ വിചാരിക്കുന്ന പോലെ ഒരുപാട് ചതിയുള്ള ഒരാളല്ല. അയാളെ ഈ രീതിയിലാക്കി തീർത്തത് ജാനകി അപ്പച്ചിയും പിന്നെ അതിൻ്റെ കൂടെ വേറെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. ശരിക്കും പറഞ്ഞാൽ അയാളൊരു പഞ്ചപാവമായിരുന്നു. അയാൾ ഈ അവസ്ഥയിലാക്കിയ ആൾക്കാരെ നമുക്ക് പുറം ലോകത്തോട് കൊണ്ടുവരണം. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ചതി നടക്കുന്നുണ്ട് നവ്യെ, അതും കൂടി അറിഞ്ഞേ പറ്റൂ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് നാഗേന്ദ്രൻ ഒരു പാവമാണെന്നാണോ? ആ, ഏറെ കുറെയൊക്കെ അത് സത്യമാവാനാ ചാൻസ്. അതുകൊണ്ട് AN ജ്വല്ലറി തകർക്കാൻ വേണ്ടി നോക്കണ്ട, അഭീനെ തകർക്കാൻ വേണ്ടി നോക്കിയാൽ മതി എന്ന് നവ്യ എടുത്ത് നയനെ പറയുന്നുണ്ട് കേട്ടോ. ശരി എന്ന് നവ്യ സമ്മതിക്കുന്നുണ്ട്. ശേഷം അവരൊന്നും അറിയതുപോലെ തിരിച്ച് വീട്ടിലേക്ക് ശത്രുക്കളെ പോലെ തന്നെ വരുവാണ്. ഈ കാര്യങ്ങളൊക്കെ ദേവിയാനെടുത്ത് നയനെ പറയും കേട്ടോ, നമ്മുടെ ചേച്ചി ഞങ്ങൾ നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത്, ചേച്ചിക്ക് എല്ലാ സത്യവും അറിയാം, ചേച്ചിയാണ് ആ പ്രൈവറ്റ് നമ്പർ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയാണ്. അത് കേൾക്കുമ്പോൾ ദേവിയാനിക്കും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അബീനെ ശരിക്കും പോട്ട് മുറിക്കാൻ തന്നെ തീരുമാനിച്ചേക്കും. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ നയനെ നവ്യയും കൂടി ചേർന്നിട്ട്. ഒരു റൂമിൽ ശരിക്കും നാഗേന്ദ്രനും അതുപോലെ തന്നെ അഭി കുടുങ്ങി പോവാണ്. മിക്കവാറും കള്ളപ്പണത്തിന്റെ പേരിലായിരിക്കും. കള്ളപ്പണമല്ല, കള്ളസ്വർണം. ഒരുപാട് കള്ളസ്വർണം ഉണ്ടല്ലോ, അത് കൊടുക്കുന്ന രീതിയിൽ എന്തോ ഒരു പ്ലാൻ നവ്യ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് അച്ഛനും മോനും വീഴുന്നുമുണ്ട്. അതാണ് അവർ മുറിയിൽ നിന്നിട്ട് ആകെ വെപ്രാളം പിടിച്ചിരിക്കുന്നത്. ഈശ്വര, പോലീസ് വരുമോ, പിടിക്കപ്പെടോ, നാളത്തെ പത്രത്തിലെ ഫ്രണ്ട് പേജിൽ തങ്ങളുടെ ഫോട്ടോ ആയിരിക്കുമോ വരുന്നത് എന്നൊക്കെ ആലോചിച്ച് ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് നമ്മുടെ അഭിയും നാഗേന്ദ്രനും കൂടി ചേർന്നിട്ട് കേട്ടോ. അത് മാത്രല്ല, അതേസമയം നമ്മുടെ അനിയെങ്ങാനും നന്ദുവിനെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ പേടിയാണ് നമ്മുടെ അജയന്. കാരണം നന്ദുവിനെങ്ങാനും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നന്ദു ഒരു പോലീസുകാരിയാണ്, എല്ലാം മണത്ത് കണ്ടുപിടിക്കും. വർഷങ്ങൾക്ക് മുമ്പ് താനും തൻ്റെ ഭാര്യയും ജലജ എന്ന് പറഞ്ഞ തൻ്റെ അനിയത്തിയും കൂടി ചെയ്ത അപരാധങ്ങളെല്ലാം തന്നെ ഇവര് മനസ്സിലാക്കോ എന്നൊക്കെ ഒരു ടെൻഷൻ നമ്മുടെ അജയനെ നന്നായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അജയൻ നന്ദുവിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ അനിയുടെയും ആ ഒരു പ്രണയബന്ധം തകർക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്യാമോ അവർ രണ്ടുപേരും തമ്മിൽ അകറ്റാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണം നമ്മുടെ അജയൻ കേട്ടോ. ജാനകിയും അതുകൊണ്ട് തന്നെയാണ് നന്ദുവിനെ മരുമകളാക്കാൻ തയ്യാറല്ലാത്തത്. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.